സുവിശേഷൻ ബാലസംഘം പത്തനംതിട്ട സെന്ററിന്റെ ഈ ഒരു പ്രത്യേക സംഗമത്തിൽ നമുക്ക് ഒന്നിച്ച് കടന്നു വരുവാൻ വലുവനായ ദൈവം ഒരുക്കി തന്ന ഈ നല്ല അവസരത്തിനായി ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യയുടെ പത്തനംതിട്ടയിലുള്ള ദൈവമക്കളോട് ചേർന്ന് കർത്താവിനെ ഒന്നിച്ച് പാടി സ്തുതിക്കുവാനും ഒന്നിച്ച് ഈ നിലയിൽ കൂടി വരുവാനും ദൈവം എനിക്കും ഒരുക്കി തന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ പത്തനംതിട്ട ബ്രദർ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ഒരു വ്യക്തിയാണ്. ആയതിനാൽ തന്നെ പത്തനംതിട്ട എനിക്ക് വളരെ പ്രിയപ്പെട്ട സ്ഥലവും അവിടെയുള്ള സ്ഥലം സഭകളും വിശ്വാസികളും എനിക്ക് വളരെ സുപരിചിതരുമാണ്. ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും എന്നെ അറിയത്തില്ല എങ്കിലും എനിക്ക് അവിടെയുള്ള പല സഭകളിലും ഉള്ള പ്രിയപ്പെട്ടവരെ വളരെ വ്യക്തമായിട്ട് അറിയാം. കഴിഞ്ഞ ഏകദേശം 10 വർഷമായി ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിന്റെ വേലയോട് ബന്ധപ്പെട്ടായിരിക്കുവാൻ ഇടയായി തീർന്നു. മാത്രമല്ല സുവിശേഷം ബാലസംഘത്തിന്റെ തന്നെ പത്തനംതിട്ട സെന്ററിന്റെ 1-2 മീറ്റിങ്ങുകളിൽ സംബന്ധിക്കുവാനും എനിക്ക് ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. ഈ ഒരു സൂം ബൈബിൾ സ്റ്റഡിയിലെ 1-2 ക്ലാസ്സുകളിൽ പങ്കെടുക്കാനും 1-2 പരമ്പരകളിൽ പങ്കെടുക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞ നാളുകളിൽ എനിക്ക് ഇടയായി തീർന്നു. ഇന്ന് ഈ നിലയിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുവാനും ദൈവവചനം ഒന്നിച്ച് പങ്കിടുവാനും ലഭിച്ച ഈ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ റാന്നിക്കടുത്ത് വെച്ചുച്ചിറ എന്ന സ്ഥലം സഭയിലാണ് ഞാൻ കർത്താവിനെ ആരാധിച്ചു വരുന്നത്. കഴിഞ്ഞ 3.5 വർഷമായി തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിന്റെ ആത്മീയ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് ഇവിടെ ആയിരിക്കുന്നു. പ്രാർത്ഥനയിൽ ഓർക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. തുറന്നും പ്രാർത്ഥനയിൽ ഓർക്കണം. ഈ ക്ലാസിന്റെ അനുഗ്രഹത്തിനായി നമുക്ക് ഒന്നിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനാപൂർവം ആയിരിക്കാം. ഈ ക്ലാസ് ലീഡ് ചെയ്യുന്ന കർത്തദാസൻ പ്രിയ അലക്സ് കുട്ടി അങ്കിളിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാനം പാടിയ എന്റെ പ്രിയ കർത്താവിൽ ശ്രേഷ്ഠദാസനായ പ്രിയ ജെയിംസ് അങ്കിളിനായി നന്ദി പറയുന്നു. സുവിശേഷം ബാലസംഘത്തിന്റെ ഭാരവാഹികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട കൂടിവരവിൽ കടന്നു വന്ന് ദൈവവചനം കേൾക്കുവാൻ ഒന്നിച്ച് ചിന്തിക്കുവാൻ കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ വ്യക്തിപരമായ പേരിലുള്ള സ്നേഹവന്ദനം പ്രാരംഭമായിട്ട് അറിയിക്കുകയാണ്. നമ്മൾ ഒന്നിച്ച് ഈ ദിവസങ്ങളിൽ നമ്മൾ കേട്ടതുപോലെ തന്നെ 19ാമത്തെ പരമ്പരയാണ് നമുക്ക് നമ്മുടെ മുമ്പിലായിരിക്കുന്നത്. ഈ ഒരു വിഷയത്തോട് ബന്ധപ്പെട്ട് എനിക്ക് കഴിഞ്ഞ നാളുകളിൽ എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്ന ഒരു ചിന്തയാണ് പെട്ടെന്ന് നിങ്ങളോടൊപ്പം പങ്കുവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ക്രിസ്തുവിന്റെ മനസ്സ് എന്ന് പറയുന്ന ഒരു വിഷയമാണ്. നമുക്ക് ഒന്നിച്ച് ചിന്തിക്കാമെന്ന് കർത്താവിൽ ശരണപ്പെട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാം വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നാം ഓരോരുത്തരും ജീവിക്കുന്നവരും ഓരോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദ ഫലമായി മുന്നോട്ട് പോകുന്നവരുമാണ് നാം ഓരോരുത്തരും. അപ്പൊ നമ്മൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ഒരു സമൂഹത്തിൽ നാം ഓരോരുത്തരും ജീവിക്കുമ്പോൾ ഒരു ദൈവ പൈതലിന്റെ വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് ഈ മനസ്സ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പം നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഒരു നൂൽപാലമാണ് എന്ന് മനഃശാസ്ത്ര വിദഗ്ധർ എപ്പോഴും പറയും. ഒരല്പം മാറിയാൽ, അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് ആയി പോകുന്ന സാഹചര്യമാണ് ഉണ്ടാകാനുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, അല്ലെ? അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ദൈവമക്കളായ നമ്മൾ ഓരോരുത്തരും ജീവിക്കുമ്പോൾ, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ദൈവമക്കളെ നമ്മൾ ഈ ഭൂമിയുടെ പ്രതലത്തിൽ ആയിരിക്കുമ്പോൾ നമ്മളുടെ മനസ്സ് ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായി ക്രിസ്തുവിൽ ആശ്രയിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്നത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. കാരണം നാം ഓരോരുത്തരും ദൈവമക്കളായതിനാൽ ഈ നശ്വരമായ, ഈ വഷളത്വം നിറഞ്ഞ ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കുവാൻ ക്രിസ്തുവിൽ ആകൃഷ്ടമായ ആശ്രയമുള്ള ഒരു മനസ്സ് നമുക്ക് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അപ്പം ഞാൻ അതിന്റെ ഒരു സബ് ഹെഡിങ് ആയിട്ട്, ടാഗ് ലൈൻ ആയിട്ട് അന്നും ഇന്നും എന്ന് കൊടുത്തതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, അപ്പോസ്തലന്മാരും കർത്താവ് യേശു ക്രിസ്തു അപ്പോസ്തലന്മാരും ജീവിച്ച കാലഘട്ടത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം. കാലം കടന്നിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ, നമ്മൾ ഈ ഒരു നൂറ്റാണ്ടിൽ എത്തി നിൽക്കുമ്പോൾ, ദൈവസഭ ഇത്രത്തോളം വളർന്ന് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഒരുപാട് പ്രാപിച്ച് ഈ കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ ക്രിസ്തുവിന്റെ മനസ്സെന്ന് വിശുദ്ധ വേദോത്സവത്തിൽ നമുക്കുള്ള ആ മനസ്സിനെ എത്രത്തോളം വിലയോടുകൂടിയാണ്, എത്രത്തോളം പ്രാധാന്യത്തോടുകൂടിയാണ് നാം കാണുന്നതെന്നും, ഈ സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ ക്രിസ്തുവിന്റെ മനസ്സ് നമുക്ക് എത്രത്തോളം നമ്മുടെ പ്രവൃത്തിപഥങ്ങളിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ളത് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അപ്പൊ ഈ ഒരു വിഷയം എന്റെ മനസ്സിലേക്ക് ദൈവാത്മാവ് തരുമ്പോൾ എന്റെ ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത്, എന്റെ ഏറ്റവും വലിയ ആഗ്രഹം, പ്രാർത്ഥന എന്ന് പറയുന്നത്, നമ്മൾ ഈ 4 ക്ലാസ്സുകളിൽ ഒന്നിച്ച് ചിന്തിക്കാൻ പോകുന്ന ഈ വിഷയത്തിൽ നിന്നുകൊണ്ട് നമ്മളുടെ അനുദിന ആത്മീക പ്രാക്ടിക്കൽ ലൈഫിൽ, നമ്മുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ മനസ്സിന് വേണ്ടുന്ന പ്രാധാന്യം എത്രത്തോളം നാം നൽകുന്നു എന്ന് നമ്മളെ തന്നെ
വിലയിരുത്തുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളിൽ ഇവിടെ ഇരിക്കുന്നവരിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ഇളയ വ്യക്തിയാണ് ഞാൻ. നിങ്ങളെ ആ വിധത്തിൽ ഉപദേശിക്കുവാനുള്ള പ്രാഗൽഭ്യമോ അനുഭവമോ ജ്ഞാനമോ എനിക്കില്ല. അപ്പോൾ നമ്മൾ ഒന്നിച്ച് ഈ വിഷയം ചിന്തിക്കുമ്പോൾ വളരെ പ്രാർത്ഥനാപൂർവമായിരിക്കണം നാം ഓരോരുത്തരും ഈ ഒരു വിഷയത്തെ സമീപിക്കുവാൻ, ഈ ഒരു ക്ലാസ്സിനെ സമീപിക്കുവാൻ. കാരണം ദൈവം നമ്മളോട് ഏതെങ്കിലും വിധത്തിൽ ഇടപെടുന്നുവെങ്കിൽ അത് തീർച്ചയായും നമ്മുടെ ആത്മീയ ജീവിതത്തിന് പ്രയോജനമാണ്. നമ്മുടെ ഈ ഭൂമിയിൽ ദൈവം നമുക്ക് അനുവദിക്കുന്ന കാലത്തോളം നാം ഓരോരുത്തരും ജീവിക്കുമ്പോൾ, ദൈവം നമുക്ക് അനുവദിക്കുന്ന നാളുകളിൽ ദൈവനാമ മഹത്വത്തിനായി നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ആ നിലയിൽ ചെയ്യുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. എന്താണ് മനസ്സ് എന്ന് പറയുന്നത്? നമ്മൾ ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മനസ്സെന്ന് പറയുന്ന വിഷയത്തെ പറ്റി അല്പമായിട്ടൊന്ന് സംസാരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ മനസ്സ് എന്ന് പറയുന്നത് ഒരുപാട് ചിന്തകളും ഇമാജിനേഷൻസും ഓർമ്മകളും ഇച്ഛകളും ഒത്തിരി തിരിച്ചറിവുകളും ഒക്കെയുള്ള ഒരു പ്രത്യേക ഒരു സംവിധാനമാണ് നമ്മുടെ ഈ മനസ്സ് എന്ന് പറയുന്നത്. മാത്രമല്ല ഒത്തിരി കൽപ്പനകളും ആനന്ദവും വേദനകളും വിശ്വാസങ്ങളും ആഗ്രഹങ്ങളും താല്പര്യങ്ങളും വികാരങ്ങളും എന്നിവയുടെ എല്ലാം ഒരു ഉറവിടമാണ് നമ്മുടെ ഈ മനസ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ മനസ്സെന്ന് പറയുന്നത് ഒരുപാട് ചിന്തകളും ഇമാജിനേഷൻസും ഒത്തിരി സങ്കല്പങ്ങളും ഒക്കെ വിശ്വാസങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളാൽ വളരെയധികം ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ഈ മനസ്സ് എന്ന് പറയുന്നത്. ഈ മനസ്സിലേക്ക് കടത്തിവിടുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഈ മനസ്സിലേക്ക് കാര്യങ്ങൾ കടന്നു ചെല്ലുന്നത്? നമ്മുടെ കണ്ണുകൊണ്ട് നാം കാണുന്ന കാര്യങ്ങൾ, നമ്മുടെ ചെവി കൊണ്ട് നാം കേൾക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ നാവ് കൊണ്ട് നാം രുചിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ കരങ്ങൾ കൊണ്ട് നാം സ്പർശിച്ചറിയുന്ന കാര്യങ്ങൾ, നമ്മുടെ മൂക്കുകൊണ്ട് നാം മണത്തറിയുന്ന കാര്യങ്ങൾ, ഇതെല്ലാം കൂടെ എങ്ങോട്ട് ചെല്ലുകയാണ്? നമ്മുടെ ബ്രെയിനിലോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ മൈൻഡിലോട്ടോ ഒക്കെ ചെല്ലുകയാണ്. ഈ മൈൻഡിൽ ഇത് ചെന്നിട്ട് ഇത് വ്യത്യസ്തമായ വികാരങ്ങൾ ഉണർത്തുകയും ഈ വികാരങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ പ്രവർത്തിപഥങ്ങളിലേക്ക് വരികയും ചെയ്യുന്നതിനെ റിഫ്ലക്ഷൻ എന്ന് പറയും. അത് നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ അത് പ്രതിഫലിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഈ ഇന്ദ്രിയങ്ങളുടെ അകത്തേക്ക് പോകുന്ന വിവിധമായ കാര്യങ്ങൾ ഈ മനസ്സിൽ അത് കേന്ദ്രീകൃതമായിട്ട് ഈ മൈൻഡിൽ അത് ചെന്നിട്ട് അതിനെ വ്യത്യസ്തമായ വികാരങ്ങളായിട്ട് നമ്മുടെ പുറത്തേക്ക് അത് ബഹിർഗമിക്കുന്നു, അത് പുറത്തേക്ക് അത് വരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. പ്രത്യേകിച്ച് ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം നാം ജീവിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമ്മുടെ സാമൂഹിക ജീവിതത്തിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ ഈ ഇന്ദ്രിയങ്ങളുടെ അകത്തേക്ക് പോകുന്ന ഈ കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ ചെന്നിട്ട് അത് വ്യത്യസ്തമായ വികാര പ്രകടനങ്ങളായിട്ട് പുറത്തേക്ക് വരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കുമ്പോൾ ഒരു വിശ്വാസിയായ നാം നമ്മുടെ മനസ്സിനെ എത്രത്തോളം നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതാണ് ഈ ക്ലാസ്സുകളിൽ നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ മനസ്സ്, അതായത് ഈ മനസ്സെന്ന് പറയുന്നത് വളരെ കലുഷിതമാണ്. ആ മനസ്സ് ക്രിസ്തുവിൽ കേന്ദ്രീകൃതമല്ല എങ്കിൽ, ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടല്ല എങ്കിൽ, ക്രിസ്തുവിൽ ഉറച്ച് അല്ല എങ്കിൽ, ക്രിസ്തുവിൽ ആശ്രയിച്ചല്ല എങ്കിൽ ഈ ഇന്ദ്രിയങ്ങളിലൂടെ അകത്തേക്ക് പോകുന്ന ഈ കാര്യങ്ങൾ വ്യത്യസ്തമായ മോശം വികാര പ്രകടനങ്ങളായിട്ട് പുറത്തേക്ക് വരും. അത് വിശ്വാസിയാണെങ്കിലും കൊള്ളാം, അവിശ്വാസിയാണെങ്കിലും കൊള്ളാം. എന്നാൽ ഈ മനസ്സ് ഈ കാര്യങ്ങളെല്ലാം ഫിൽട്ടർ ചെയ്യുന്ന ഈ മനസ്സ് ക്രിസ്തുവിൽ ഏകീകൃതമാണെങ്കിൽ, ക്രിസ്തുവിൽ ഏകാഗ്രമാണെങ്കിൽ, ക്രിസ്തുവിൽ ആശ്രയിച്ചുള്ളതാണെങ്കിൽ, ക്രിസ്തുവിനാൽ നിയന്ത്രിക്കപ്പെട്ടതാണ് എങ്കിൽ ഇത് പുറത്തേക്ക് വിടുന്ന വികാരങ്ങൾ വളരെ നിയന്ത്രിതമായിരിക്കും, വളരെ പക്വതയുള്ളതായിരിക്കും, വളരെയധികം ആത്മീയത നിറഞ്ഞതായിരിക്കും എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് നമ്മുടെ ഈ വ്യക്തി ജീവിതത്തിൽ നാം കാണുന്ന പല പ്രകടനങ്ങളും, അത് നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമ്മുടെ സാമൂഹിക ജീവിതത്തിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും മോശം പ്രകടനങ്ങളാണ് നമുക്ക് കാഴ്ചവെക്കുവാൻ കഴിയുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിന്നും മോശമായ പ്രകടനങ്ങൾ നമ്മൾ കാണുമ്പോൾ, അല്ലെങ്കിൽ നല്ല പ്രകടനങ്ങൾ നമ്മൾ കാണുമ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇത് ഈ ഇന്ദ്രിയങ്ങളിലൂടെ അകത്തേക്ക് പോയ പല കാര്യങ്ങൾ, താൻ കേട്ടതും കണ്ടതും രുചിച്ചതും ആയിട്ടുള്ള വ്യത്യസ്തമായ കാര്യങ്ങൾ മനസ്സിൽ ചെന്ന് അത് ക്രിസ്തുവിൽ ഏകാഗ്രമായ മനസ്സായതിനാൽ നന്മയായിട്ട് അത് പുറത്തേക്ക് വരികയും, എന്നാൽ ക്രിസ്തുവിൽ ആശ്രയിക്കാത്ത മനസ്സായതിനാൽ വളരെ മോശം റിയാക്ഷൻസ് ആയിട്ട്, റിഫ്ലക്ഷൻസ് ആയിട്ട്, മോശം വികാര പ്രകടനങ്ങളായിട്ട് വരികയും കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ നിമിഷം വരെയുള്ള ജീവിതത്തെ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കിയിട്ട്, ഈ നിമിഷം വരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, നമ്മൾ പ്രകടിപ്പിച്ച കാര്യങ്ങൾ, നമ്മൾ പ്രവർത്തിച്ച കാര്യങ്ങൾ, അത് ഈ ക്രിസ്തുവിന്റെ മനസ്സിനെ ഏകാഗ്രമാക്കി അല്ലെങ്കിൽ ആശ്രയിച്ചായിരുന്നോ, അതിൽ കേന്ദ്രീകരിച്ചായിരുന്നോ എന്ന്
നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അതിനാധാരമായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വാക്യം കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യമാണ്. 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യയിലുള്ള വിശ്വാസികളോടും നമ്മളോടും ഓർപ്പിക്കുന്ന കാര്യം എന്താണ്? കർത്താവിന്റെ മനസ്സ് അറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവനാണ്, നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ ആകും. അപ്പോൾ ഈ ഒരു വാക്യത്തിൽ ആശ്രയിച്ചാണ്, അടിസ്ഥാനപ്പെട്ടാണ് എന്റെ തുറന്നുള്ള ക്ലാസ്സുകൾ മുന്നോട്ട് പോകാനായിട്ട് ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് തീരുമാനിച്ചിരിക്കുന്നത്. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുകയാണ്, നാം ആരാണ്? നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണ്. നാം ആരാണ്? ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണ്. നമ്മൾ 16-ാം വാക്യം ആരംഭിക്കുന്നത് കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവൻ ആരെന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരം ആർക്കും അതിന് കഴിയത്തില്ല എന്നുള്ളതാണ്. കർത്താവിന്റെ, അതായത് കർത്താവ് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇംഗ്ലീഷിൽ LORD, ക്യാപിറ്റൽ ലെറ്ററിൽ ലോർഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. യഹോവ എന്നാണ് അതിന്റെ യഥാർത്ഥമായിട്ടുള്ള പരിഭാഷ എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. യെശയ്യാപ്രവചനം 40-ാം അധ്യായം 13-ാം വാക്യത്തിലെ ഒരു ആശയമാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ കൊണ്ടുവന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ യഹോവയുടെ മനസ്സിനെ ഗ്രഹിപ്പിക്കാവുന്നവൻ ആരാണ്? ആരെങ്കിലും യഹോവയുടെ മനസ്സിനെ അറിയാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ആർക്കും കഴിയത്തില്ല. പക്ഷെ ഒരാൾക്ക് കഴിഞ്ഞു, അത് കർത്താവ് യേശു ക്രിസ്തു ആണെന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ എന്താണ് നമ്മൾ വായിക്കുന്നത്? നമുക്കൊന്ന് പെട്ടെന്ന് വായിച്ച് മുന്നോട്ട് പോകാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ ഈ വാക്യമൊക്കെ നമുക്ക് സുപരിചിതമാണ്. 15-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യമാണ്, യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായക കൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല. ഞാൻ എന്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചത് കൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറയുകയാണ്, എന്റെ പിതാവിൽ നിന്നും ദൈവത്തിൽ നിന്നും പിതാവിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ, ഞാൻ ഗ്രഹിച്ച, അറിഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. അതെല്ലാം തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുകയാണ്. അതാണ് ഈ നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിൽ ഉള്ളതെല്ലാം തിരിച്ചറിയാനും ഗ്രഹിക്കുവാനും നമുക്ക് കഴിഞ്ഞു. അത് തിരിച്ചറിയാനും ഗ്രഹിക്കാനും നമുക്ക് കഴിഞ്ഞത് നമ്മുടെ സ്വന്തം കഴിവുകൊണ്ടല്ല. പിന്നെന്താണ്? ഇവിടെ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ പോലെ ഞാൻ നിങ്ങളോട് അറിയിച്ചത് കൊണ്ടാണ്. അപ്പൊ കർത്താവ് പറയാണ്, ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കുവാൻ താല്പര്യപ്പെട്ടത് കൊണ്ടും ഞാൻ ഇതൊക്കെ നിങ്ങളെ അറിയിച്ചത് കൊണ്ടും നിങ്ങൾ ആരായി? നിങ്ങൾ ഈ കാര്യങ്ങളെ ഗ്രഹിക്കുന്നവരായി. അപ്പൊ യഹോവയുടെ മനസ്സിനെ ഗ്രഹിക്കാൻ അറിയുന്നവൻ ആരുമില്ല. ഇവിടെ നമ്മൾ കർത്താവ് യേശു ക്രിസ്തു പറയുകയാണ്, പിതാവിനോട് കേട്ടതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. അങ്ങനെ നമ്മൾ ആരായി തീർന്നു? അത് ഗ്രഹിച്ചവർ, അത് തിരിച്ചറിഞ്ഞവർ, ഭാഗ്യവശാൽ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി പാപികളായ നമുക്ക് തീരുവാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിലുള്ളതെല്ലാം, ക്രിസ്തുവിലുള്ളതെല്ലാം നമുക്ക് ഗ്രഹിക്കുവാൻ നമ്മുടെ സ്വയം കഴിവുകൊണ്ട് കഴിയത്തില്ല എങ്കിലും കർത്താവ് യേശു ക്രിസ്തു നമ്മളെ അറിയിച്ചു തന്നു എന്നതിനാൽ അത് തിരിച്ചറിയുവാനും അതറിയുവാനും കർത്താവിന്റെ ഹിതങ്ങൾ തിരിച്ചറിഞ്ഞ് ഈ ഭൂമിയിൽ ജീവിക്കുവാനും വലിയവനായ ദൈവം നമ്മെ അനുവദിച്ചിരിക്കുകയാണ്. ഈ 10-ാം വാക്യം മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അതായത് 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആത്മീകന്റെയും ജഡീകന്റെയും പ്രാകൃതന്റെയും ഒക്കെ കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവിലുള്ളത് ആര് ഗ്രഹിച്ചറിയും എന്നുള്ളത് 11-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആരറിയും, അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ദൈവത്തിലുള്ളത് തിരിച്ചറിയുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് തന്ന് അത് ഗ്രഹിച്ചറിയാനുള്ള പ്രാപ്തി നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു പ്രാഗൽഭ്യം ദൈവം നമുക്ക് നമ്മുടെ രക്ഷയോടനുബന്ധിച്ച് ദാനമായി തന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായിട്ട് നാം ഓരോരുത്തരും ആരായി തീർന്നു? ദൈവത്തിന്റെ സ്നേഹിതന്മാരായി തീരുകയും കർത്താവിന്റെ സ്നേഹിതന്മാരായി തീരുകയും ക്രിസ്തുവിന്റെ മനസ്സ് നമുക്ക് ലഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ നൂറ്റാണ്ടിൽ നാം ഓരോരുത്തരും ജീവിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് എന്ന് പറയുന്നത് എന്തെന്നറിയാമോ? നമുക്കെന്തുണ്ട്? ഈ ക്രിസ്തുവിന്റെ അതേ മനസ്സ് ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. അതേ മനസ്സാണ് തന്നിരിക്കുന്നത്. പക്ഷെ ഒരു പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, അക്കാലത്ത്, ഏത് കാലത്ത്? കർത്താവ് യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ കാലത്ത് ഉണ്ടായിരുന്ന ആ ക്രിസ്തുവിന്റെ മനസ്സ് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മളിൽ എത്രത്തോളം പ്രകടമാകുന്നു എന്നുള്ളതാണ് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യം. അതായത് നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമ്മുടെ സാമൂഹിക ജീവിതത്തിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഈ ക്രിസ്തുവിന്റെ മനസ്സിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രകടനങ്ങൾ, പ്രവർത്തികൾ, വാക്കുകൾ, ഇടപെടലുകൾ നടത്തുവാൻ നമ്മൾ എത്രത്തോളം വിജയിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ വിജയം ഇരിക്കുന്നത്.
ക്രിസ്തീയ ജീവിതത്തിന്റെ വിജയമെടുക്കുന്നത്. ഞാൻ പ്രസംഗിച്ചത് കൊണ്ട് എന്റെ ക്രിസ്തീയ ജീവിതം വിജയകരമാകണമെന്നില്ല. ഞാൻ ഈ വചനങ്ങൾ പഠിപ്പിച്ചത് കൊണ്ട് അതൊന്നും അതിന്റെ ഒരു ആധാരമല്ല, അതിന്റെ ഒരു മുഖാന്തരമേ അല്ല. ഞാനൊരു സഭയിലെ മൂപ്പനായതുകൊണ്ട് ഞാൻ വിജയിച്ച ഒരു വ്യക്തിയാണെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. നമ്മൾക്ക് ഒരുപാട് ആത്മീയ പൈതൃകമുണ്ട് എന്ന് വിചാരിച്ച് നമുക്ക് ഒരിക്കലും ക്രിസ്തുവിന്റെ മനസ്സുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. ക്രിസ്തുവിന്റെ മനസ്സുള്ള ഒരു ദൈവ പൈതൽ ആരാണ്? അവന്റെ സാമൂഹിക ജീവിതത്തിലും അവന്റെ വ്യക്തിപരമായ ജീവിതത്തിലും അവന്റെ ആത്മീയ ജീവിതത്തിലും അത് വളരെ വ്യക്തമായി പ്രകടമാകുവാനായിട്ട് കഴിയും. അത് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രകടമാകുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലും മറ്റുള്ളവർ അതിനെ എത്രത്തോളം അവർക്ക് കാണാൻ കഴിയുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലുമാണ് എനിക്ക് ക്രിസ്തുവിന്റെ മനസ്സുണ്ടോ എന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയുന്നു. കാര്യം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്, എങ്കിലും അത് എവിടെ പ്രകടമാകണം? നമ്മൾ മുമ്പേ ചിന്തിച്ചതുപോലെ തന്നെ നമ്മുടെ ആത്മീയ, ഭൗതിക, ഒപ്പം തന്നെ വ്യക്തിപരമായ ജീവിതത്തിൽ അത് വ്യക്തമായ നിലയിൽ പ്രകടമായി വരേണ്ടുന്നത് വലിയവനായ ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ അത് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. അതാണ് ഈ പൗലോസ് ഇത് പറഞ്ഞെങ്കിൽ അദ്ദേഹം പറയാനുള്ള കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അത് ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ്. അതിലേക്ക് നമ്മൾ വരാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മളുടെ ജീവിതത്തിലും ജീവിതത്തിന്റെ പ്രവൃത്തി പദങ്ങളിലും, വാക്കുകളിലല്ല പ്രവൃത്തി പദങ്ങളിലും എന്തുണ്ടായിരിക്കണം? ക്രിസ്തുവിന്റെ മനസ്സ് പ്രകടമായി വരേണ്ടുന്നത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ ആ വിഷയമാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ഒന്നാമതായിട്ട് ക്രിസ്തുവിന്റെ മനസ്സ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഏതു വിധം പ്രകടമാക്കുവാൻ കഴിയും എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്ന വിഷയം. നമ്മൾ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണ് എങ്കിൽ ആ ക്രിസ്തുവിന്റെ മനസ്സ് എവിടെ പ്രകടമാകണം? നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കൃത്യമായ നിലയിൽ പ്രകടമാകണം. നമുക്ക് നമ്മുടെ കഴിഞ്ഞ കാലത്തെ ആത്മീയ ജീവിതം, നമ്മുടെ വ്യക്തിപരമായ ആത്മീയ ജീവിതം ഒന്ന് ചിന്തിച്ചു നോക്കാം. നമ്മുടെ സഭാ മൂപ്പന്മാരെ നമുക്ക് വിടാം, സഭയിലെ സുവിശേഷകന്മാരെ വിടാം, സഭയിലെ മറ്റു വിശ്വാസികളെ വിടാം, നമ്മുടെ കൺവെൻഷനുകളിൽ ദൈവവചനം ശുശ്രൂഷിക്കുന്ന വ്യക്തികളെ വിടാം, ഈ സംഭവം നമ്മുടെ സംഘടനകളുടെ ഭാരവാഹികളെല്ലാം നമുക്ക് വിടാം. ഞാൻ എന്ന വ്യക്തിയിലേക്ക് ഈ സമയത്ത് നിങ്ങളെ തന്നെ ചുരുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കണം. നമ്മളിലേക്ക് തന്നെ ചുരുങ്ങാം. ഞാൻ എന്ന വ്യക്തിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെന്ന കർത്താവിന്റെ പൈതലിലേക്ക് നിങ്ങളുടെ ജീവിതത്തെയും ചിന്തയും ഈ നിമിഷം നിങ്ങൾ ചുരുക്കേണ്ടത്, നമുക്ക് ഓരോരുത്തർക്കും ചുരുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ നമ്മളിലേക്ക് തന്നെ നമുക്കൊന്ന് ചുരുങ്ങാം, നമ്മളിലേക്ക് തന്നെ നമുക്കൊന്ന് നോക്കാം. നമ്മുടെ അകക്കൺ തുറന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒന്ന് വിലയിരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. കൊരിന്ത്യ സഭയിലേക്ക് നമ്മൾ വരുമ്പോൾ, കൊരിന്ത്യ സഭയിലെ വിശ്വാസികളുടെ ജീവിതത്തിൽ നിന്നും അപ്പോസ്തലനായ പൗലോസ് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു പാഠം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൊരിന്ത്യ ലേഖനം നമ്മൾ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും അതിന്റെ ആശയങ്ങൾ നമുക്ക് മനസ്സിലാക്കുമ്പോഴും ക്രിസ്തുവിന്റെ മനസ്സ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കുറഞ്ഞാൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ മനസ്സ് കുറഞ്ഞാണ് ഇരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ക്രിസ്തുവിൽ ഏകാഗ്രമാകാത്ത ഒരു മനസ്സിന്റെ ഉടമയാണ് ഞാനെങ്കിൽ കൊരിന്ത്യ ലേഖനം അപ്പോസ്തലനായ പൗലോസ് എഴുതുമ്പോൾ അത് വായിക്കുന്ന നാമും അത് പഠിക്കുന്ന നാമും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. എന്തെന്ന് ചോദിച്ചാൽ, കൊരിന്ത്യ സഭയിൽ നിന്നും, കൊരിന്ത്യ സഭയിലെ വിശ്വാസികളുടെ ആത്മീയ ജീവിതത്തിൽ നിന്നും ക്രിസ്തുവിന്റെ മനസ്സിൽ നിന്നും വേർപെട്ടു പോയതിനാൽ, ക്രിസ്തുവിന്റെ മനസ്സിൽ ആശ്രയിക്കാതെ കൊരിന്തിലുള്ള വിശ്വാസികൾ ജീവിച്ചതിനാൽ, ഒന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തന്നെ അതിന്റെ പ്രതിഫലനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തന്നെ അതിന്റെ പ്രതിഫലനങ്ങൾ കാണാൻ കഴിയുന്നു. കൊരിന്ത്യർക്ക് 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന കാര്യമുണ്ട്. നിങ്ങളിൽ, ആ വാക്യത്തിലേക്ക് നമുക്ക് വരാം. കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ പിണക്കം എവിടെ? നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ. അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ, 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നു, നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ എന്ന് പറയുക, അല്ലെ? അപ്പം ഈ പിണക്കം, ദൈവമക്കൾക്കിടയിലുള്ള പിണക്കം, കണ്ടൻഷൻസ് എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ക്വാറൽ, വഴക്കെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ ക്വാറലും കണ്ടൻഷൻസും വഴക്കും പിണക്കവും ഇതൊക്കെ ദൈവജനത്തിന്റെ ഇടയിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ദൈവജനത്തിന്റെ ഇടയിൽ കുടിയിരിക്കുന്നുണ്ടെങ്കിൽ, ദൈവജനത്തിനിടയിൽ നിന്ന് മാറിപ്പോകുന്നില്ലെങ്കിൽ അതൊക്കെ വിടാം. എന്റെ ജീവിതത്തിൽ നിന്നും ഈ വഴക്കും പിണക്കവും, സഹവിശ്വാസികളോടുള്ള വഴക്കും പിണക്കവും മാറുന്നില്ലെങ്കിൽ എന്താ സംഭവിച്ചേ? ഞാൻ കണ്ടതും കേട്ടതും
രുചിച്ചതുമായ എൻ്റെ അകത്തേക്ക് പോയ ഈ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ചെന്നിട്ട് അതിനെ ഒരു വിശ്വാസി കൊടുക്കേണ്ടുന്ന ഫിൽട്രേഷൻ, ഒരു വിശ്വാസി കൊടുക്കേണ്ടുന്ന നിർമ്മലീകരണം നടത്താതെ എൻ്റെ ജീവിതത്തിന്റെ പ്രവൃത്തി പദങ്ങളിലേക്ക് അത് കൊണ്ടുവന്നു എന്നതിനാലാണ് എൻ്റെ വിശ്വാസ ജീവിതത്തിൽ സഹവിശ്വാസികളോട് പിണക്കവും വഴക്കും എനിക്കുണ്ടാകുന്നത്. പിണക്കവും വഴക്കും എനിക്കുണ്ടാകുന്നു. 1:10 വാക്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങളിൽ എന്തുണ്ടാകുന്നു? വിഭാഗീയത ഉണ്ടാകുന്നു നമ്മൾ. ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നു. ഡിവിഷൻസ് ഉണ്ടാകുകയാണ്, അവിടെ ഗ്രൂപ്പിസം ഉണ്ടാകുകയാണ്. അവിടെ പിണക്കം മാത്രമല്ല, പിണക്കത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ അവിടെ ഡിവിഷൻ വരികയാണ്, വിഭാഗീയത വരികയാണ്, വിഭജനങ്ങൾ ഉണ്ടാകുകയാണ്. പരസ്പരം പിണങ്ങിയിരിക്കുന്ന, പരസ്പരം സഹകരിക്കാൻ കഴിയാത്ത, എന്തിനേറെ പറയുന്നു, അപ്പവും പാനപാത്രവും കൈമാറുമ്പോൾ മുഖത്തോട്ട് നോക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വിശ്വാസികളെ നമ്മുടെ സ്ഥലം സഭയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രാർത്ഥനയ്ക്ക് നേരെ ചൊവ്വേ ആമേൻ പറയാത്ത സാഹചര്യം പല വിശ്വാസികളുടെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അത്ര പോലും സഹകരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പല വിശ്വാസികളും നമ്മുടെ സ്ഥലം സഭകളിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും പലപ്പോഴും അത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ നമുക്ക് കടന്നു വരാനായിട്ട് കഴിയുന്നുണ്ട്. പലപ്പോഴും പലരോട് പൊറുക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ, ക്ഷമിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ, സോറി പറയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, തെറ്റ് ചെയ്താൽ അത് ഏറ്റുപറയാൻ കഴിയാത്ത സാഹചര്യങ്ങൾ, മറ്റുള്ളവരോട് പിണക്കം വെച്ചു പുലർത്തി കാലാകാലങ്ങൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ, ഈ പിണക്കങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് അപ്പം നുറുക്കുന്ന സാഹചര്യങ്ങൾ, കാലങ്ങളായി നീണ്ടു നിൽക്കുന്ന വിഭാഗീയതകളും ഡിവിഷൻസും പിണക്കങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ എന്താ പറ്റിയ നമുക്ക്? ആ കാലവും ഈ കാലവും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ അകത്തേക്ക് പോയ പല വികാരങ്ങളും പല ചിന്തകളും വളരെ മോശം വികാരങ്ങളായി, പ്രകടനങ്ങളായി നമ്മുടെ ജീവിതത്തിന്റെ പ്രവൃത്തി പദങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അതിന് കാരണം. ഇതിപ്പോഴും വെച്ച് പുലർത്താൻ എങ്ങനെ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം, അല്ലെ? ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഒന്ന്, എനിക്ക് ആരോടാണ് പിണക്കമുള്ളത്? ആരോടാണ് എനിക്ക് സഹകരിക്കാൻ ബുദ്ധിമുട്ടുള്ളത്? എൻ്റെ സഹോദരങ്ങളോടാണ്. അവരോടാണ് കാലാകാലങ്ങളായി നമ്മൾ പിണങ്ങിയിരിക്കുന്നത്. അവർക്കാണ് നമുക്കൊന്ന് ക്ഷയിക്കാൻ കൊടുക്കാൻ പറ്റാതെ നമ്മൾ മാറിയിരിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ഉണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ മനസ്സിനുടമയായ നാം ഓരോരുത്തരും ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും അത്യന്താപേക്ഷിതമായി ചെയ്യേണ്ടുന്ന കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം വരുത്തുക എന്നുള്ളതാണ്. കാരണം നാം ആരാണ്? ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണ്. ക്രിസ്തുവിന്റെ മനസ്സുള്ളവർക്ക് ഇടിഞ്ഞു നിൽക്കാൻ കഴിയത്തില്ല. ക്രിസ്തുവിന്റെ മനസ്സുള്ളവർക്ക് വിഭാഗിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ക്രിസ്തുവിന്റെ മനസ്സുള്ളവർക്ക് തമ്മിൽ പിണങ്ങിയിരിക്കാനായിട്ട് കഴിയത്തില്ല. ക്രിസ്തുവിന്റെ മനസ്സുള്ളവർക്ക് ആ കാണുന്ന സ്ത്രീയെ പോലെ, ആ പടത്തിൽ കാണുന്ന സ്ത്രീയെ പോലെ അസൂയയോടുകൂടി സാഹചര്യങ്ങളെ കാണാം. എല്ലാവരും സന്തോഷിച്ച് ചിരിച്ചുല്ലസിക്കുമ്പോൾ ഐ ഡോണ്ട് കെയർ, എനിക്കിതൊന്നും ആവശ്യമില്ല, എനിക്ക് ഇവരോടൊന്നും സഹകരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് മാറി കൈയും കെട്ടി ഇരിക്കാൻ ആർക്ക് കഴിയത്തില്ല? ക്രിസ്തുവിന്റെ മനസ്സുള്ള വിശ്വാസികൾക്ക് കഴിയത്തില്ല. വിശ്വാസികൾക്ക് കഴിയും, പക്ഷെ ക്രിസ്തുവിന്റെ മനസ്സിലുള്ള വിശ്വാസികൾക്ക് അത് കഴിയത്തില്ല. അതിൽ വിശ്വാസികൾക്ക് അതൊക്കെ സാധിക്കും, കാരണം നമുക്കിത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ അത് വന്നിട്ടുണ്ട്. പക്ഷേ ക്രിസ്തുവിന്റെ മനസ്സിൽ അടിസ്ഥാനപ്പെട്ട് ജീവിക്കുന്ന ഒരു വിശ്വാസിക്ക് അത് കഴിയത്തില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ. പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ വഴക്ക് എന്ന് പറയുന്നത് പൗലോസും ബർന്നബാസും തമ്മിലാണ്. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം 38-ാം വാക്യത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ വായിക്കുന്നുണ്ട്, അവർ തമ്മിൽ ഉഗ്രവാദം ഉണ്ടായെന്നാ പറയുന്നത്. ഉഗ്രവാദം, ഭയങ്കരമായ വഴക്കുണ്ടായി. ആര്? പൗലോസും ബർന്നബാസും. ശക്തന്മാരായ ദൈവത്തിന്റെ ദാസന്മാരാണ്, അല്ലെ? നമുക്ക് അതിന്റെ സാഹചര്യം അറിയാം, അതുകൊണ്ട് ഞാൻ പശ്ചാത്തലം ഒന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. യോഹന്നാൻ മർക്കോസ് എന്ന് പറയുന്ന ഒരു യുവ പ്രവർത്തകന്റെ ഒരു പ്രത്യേക ഇടപെടിയിൽ മുഖാന്തരം, അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്വഭാവ രീതി കാരണം വളരെ ഉറ്റ സുഹൃത്തുക്കളായിരുന്ന, കർത്താവിന്റെ ശ്രേഷ്ഠദാസന്മാരായിരുന്ന, ഒന്നിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ച പൗലോസും ബർന്നബാസും വഴക്കിട്ട് പിരിഞ്ഞ സാഹചര്യമാണ് 15-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാൻ കാണും. അവർക്ക് വഴക്കിടാൻ എങ്ങനെ കഴിഞ്ഞു എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഈ ശൗൽ എന്ന വ്യക്തി രക്ഷിക്കപ്പെട്ട് പൗലോസായി സഭയിലുള്ള വിശ്വാസികളുടെ അടുക്കലേക്ക് വരുമ്പോൾ, ശിഷ്യന്മാരുടെ അടുക്കലേക്ക് വരുമ്പോൾ, നമ്മൾ 12-ാം അധ്യായം തുടങ്ങി നമ്മൾ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ശിഷ്യന്മാരെല്ലാം പേടിച്ചിരിക്കുകയാണ്. ക്രിസ്തു വിശ്വാസികളെല്ലാം പേടിച്ചു. കാരണം ഈ ശൗല് സഭയെ ഉപദ്രവിച്ചവനാണ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ കയറി ഇടപെട്ട് ഈ പൗലോസിനെ കരം പിടിച്ചുയർത്തി ആൾക്കാർക്ക് പരിചയപ്പെടുത്തി എല്ലായിടത്തും കൊണ്ടു നടന്ന ആരാണ്? ഈ ബർന്നബാസാണ്. അത് നമുക്ക് കാണാൻ കഴിയും. ഒടുവിൽ അന്ത്യോക്യ സഭയുടെ സ്ഥാപനത്തോട് ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നത്, ബർന്നബാസ് അവിടെ ചെന്ന് പൗലോസിനെ തപ്പി എടുത്തുകൊണ്ട് വന്ന് ഈ അന്ത്യോക്യ സഭയിലെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന രംഗം നമുക്ക് കാണാനായിട്ട് കഴിയും. 1-ാം മിഷണറി യാത്രയിൽ ഒന്നിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോയ സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. അത്ര അഭേദ്യമായ ബന്ധമുള്ള ഉണ്ടായിരുന്ന രണ്ട് വ്യക്തികളാണ് ഈ പൗലോസും ബർന്നബാസും. അവർ തമ്മിൽ ഒരു വഴക്കുണ്ടായി. അപ്പൊ ഈ വഴക്ക് സ്വാഭാവികമായിട്ടും
നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. കാരണം ഇത് ഉള്ളിലോട്ട് പോകുന്ന പലത് കാണുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്ത് പോകും. പലരുടെയും സ്വഭാവം കാണുമ്പോൾ നമ്മൾ ഇടപെട്ട് പോകും. പലപ്പോഴും നമ്മൾ ദേഷ്യപ്പെട്ട് പോകും. പലപ്പോഴും മോശം കാര്യങ്ങൾ പറഞ്ഞു പോകും. പലപ്പോഴും ഇത്തരത്തിലുള്ള വികാര പ്രകടനങ്ങൾ ഒക്കെ സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. പക്ഷെങ്കിൽ ഇത് വെച്ചു പുലർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്താണ് പരാജയം. അവിടെയാണ് പിശാചിന്റെ വിജയം. ഈ പറയപ്പെട്ട കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് സംഭവിക്കും. അതിന്റെ ഈ പൗലോസും ബർണ്ണബാസും കാലാകാലങ്ങളോളം പിണങ്ങിയിരുന്നിട്ടില്ല. കാലാകാലങ്ങളോളം അവര് അടിയിട്ട് മിണ്ടാതെ പരസ്പരം നോക്കാതെ അങ്ങനൊന്നും അവരിരുന്നില്ല. അവര് രമ്യതപ്പെട്ടു എന്നതാണ് നമ്മൾക്ക് 2 തിമോഥെയോസ് 4-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്, അല്ലെ? 2 തിമോഥെയോസ് 4-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ യോഹന്നാൻ മർക്കോസിനെ പറ്റി അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ, എനിക്ക് അവൻ വളരെ വേണ്ടപ്പെട്ടവനാകിയാൽ അവനെയും കൂടെ കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ മർക്കോസിന്റെ പേരിൽ ഇവർ വഴക്കുണ്ടാക്കിയെങ്കിലും ഒരു കാലത്ത് പൗലോസിന് മർക്കോസിനോട് ഭയങ്കര ദേഷ്യമായിരുന്നെങ്കിലും നിരുത്തരവാദപരമായ ഒരു പ്രവൃത്തി ചെയ്ത ഒരു വ്യക്തിയാണെന്ന് പൗലോസിന് തോന്നിയിട്ടുണ്ടെങ്കിലും അവനെ പുട്ട് ഡൗൺ ചെയ്തു വളരെ മ്ലേച്ഛമായ നിലയിൽ പൗലോസ് കണ്ടുവെങ്കിലും ആ ദേഷ്യവും ആ പിണക്കവും ഈ കണ്ടൻഷൻസും ഈ വിവാഹിത ഒന്നും കാലാകാലങ്ങളോരം അവർ വെച്ച് പുലർത്തിയില്ല. വളരെ വേഗത്തിൽ തന്നെ അത് രമ്യതപ്പെട്ട് അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. അതാ ഞാൻ പറഞ്ഞത്, വഴക്കും പ്രശ്നങ്ങളും സ്വാഭാവികമായിട്ടും സംഭവിക്കാം. പക്ഷേ അതിനെ രമ്യതപ്പെട്ട് മുന്നോട്ട് പോകുന്നിടത്താണ് വിശ്വാസികളുടെ വിജയം നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇതെങ്ങനെ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ സദൃശവാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. സദൃശവാക്യം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ വളരെ സുപ്രധാനമായ വളരെ സുപരിചിതമായ ഒരു വേദഭാഗം നമുക്ക് ഇപ്രകാരം കാണാനായിട്ട് കഴിയുന്നുണ്ട്. സദൃശവാക്യങ്ങൾ 15-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം, 15-ന്റെ 18-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ക്രോധമുള്ളവൻ കലഹമുണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യം പറയുന്നത് എങ്ങനെയാണ്? ദീർഘക്ഷമയുള്ളവനോ കലഹം ശമിപ്പിക്കുന്നു എന്നതാണ്. അപ്പം ഈ ഷോർട്ട് ടെമ്പറിന്, അതാണ് ഈ ക്രോധം എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടെമ്പർ, വളരെ പെട്ടെന്ന് ദേഷ്യം പെടുന്ന ഒരു സ്വഭാവം, അതാണ് ഈ ഷോർട്ട് ടെമ്പർ. ഇത് നമ്മളിൽ പലർക്കും ഉള്ളതാണ് ഈ ഷോർട്ട് ടെമ്പർ എന്ന് പറയുന്നത്. വളരെ നിസാരമായ കാര്യങ്ങൾ കാണുമ്പോൾ വളരെ വേഗത്തിൽ ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം നമ്മളിൽ പലർക്കുമുണ്ട്, അല്ലെ? പലരുടെ ജീവിതത്തിൽ നമുക്കത് കാണാൻ കഴിയും. എന്നാൽ അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുമ്പോൾ അതിന്റെ അടുത്ത ഘട്ടം എന്താണ്? അതിന്റെ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ദീർഘക്ഷമയുള്ളവനായിട്ട് ആ കലഹത്തെ ശമിപ്പിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. പലരും വളരെ ലാഘവത്തോടെ അഭിമാനത്തോടെ പറയുന്ന കാര്യമാണ്, ഞാൻ ഇച്ചിരി ദേഷ്യമുള്ള ആളാണ്, ഞാനങ്ങ് ദേഷ്യപ്പെടുന്നു. എന്തോ വലിയ ക്രെഡിറ്റ് ആയിട്ടാണ് പറയുന്നത്. ദേഷ്യപ്പെട്ടോ കുഴപ്പമില്ല, പക്ഷേ അതിനോടൊപ്പം തന്നെ ഈ ദീർഘക്ഷമയും നമുക്ക് ആവശ്യം. താങ്കൾ ഒരു ദേഷ്യപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ, ഷോർട്ട് ടെമ്പേർഡ് വ്യക്തിയാണെങ്കിൽ താങ്കൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, നമ്മൾ ആരാണ്? നമ്മളൊരു ദൈവ വൈതലും കൂടി ആയതിനാൽ ആ ദീർഘക്ഷമയോടെ നമ്മുടെ ജീവിതത്തിൽ വരണം. എന്നിട്ട് അഭിമാനത്തോടെ പറയണം, എന്ത്? ഞാൻ ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടൊരു വ്യക്തിയാണ്, പക്ഷേ ഐ ഓൾസോ ഹാവ് ഈ പറയപ്പെട്ട ഈ ലോങ് സഫറിങ് എനിക്കുമുണ്ട്, അതും എനിക്കുണ്ട് എന്ന് പറയുമ്പോഴാണ് മറ്റേതിന് ക്രെഡിറ്റ് കൂടുന്നത്. അല്ല, ഞാൻ ഷോർട്ട് ടെമ്പേർഡ് ആണ്, വേണേ എൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്തോ എന്ന ലൈനിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ അത് വളരെ അപകടകരമായ നീക്കമാണ്, അപകടകരമായ പോക്കാണ്. ഷോർട്ട് ടെമ്പേർഡ് ആണ് എങ്കിൽ അത് സ്വാഭാവികം, നമ്മുടെ ജഡ സ്വഭാവത്തിൽ നമ്മൾ ജീവിക്കുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുക, അത് മാറ്റിത്തരാനായിട്ട് പ്രാർത്ഥിക്കുക. ഇതൊന്നും ചെയ്യാതെ ഷോർട്ട് ടെമ്പേർഡ്നെസ് കാണിച്ചുകൊണ്ട് തന്നെ, ഈ ക്രോധം നമ്മൾ കാണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമ്പോൾ എന്തുണ്ടാകുന്നു? കലഹങ്ങൾ ഉണ്ടാകും. എവിടെ കലഹം ഉണ്ടാകുന്നു? സഭകളിൽ കലഹം ഉണ്ടാകുന്നു, വ്യക്തിപരമായ ജീവിതത്തിൽ കലഹം ഉണ്ടാകുന്നു, കുടുംബ ജീവിതത്തിൽ കലഹം ഉണ്ടാകുന്നു, സഭാ ജീവിതത്തിൽ, സഭാ അന്തരീക്ഷത്തിൽ കലഹം ഉണ്ടാകുന്നു, ജോലി ചെയ്യുന്ന സ്ഥലത്ത് കലഹം ഉണ്ടാകുന്നു, പൊതു ഇടങ്ങളിൽ കലഹം ഉണ്ടാകുന്നു. കലഹം ചെയ്ത് ദൈവ വൈതലായതിനാൽ ദൈവനാമം ദുഷിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് എങ്കിൽ അത് വളരെ വേഗത്തിൽ തന്നെ അതിന് ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടുന്നത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ദീർഘക്ഷമ നമുക്ക് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ ഷോർട്ട് ടെമ്പേർഡ്നെസ്, വളരെ ഈ ക്രോധമുള്ള, ഈ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഈ സ്വഭാവങ്ങൾ നമുക്കുണ്ടെങ്കിൽ, പൗലോസും ബർണ്ണബാസും ദേഷ്യപ്പെട്ടു, വളരെ പ്രശ്നമുണ്ടായി, വളരെ പ്രശ്ന സങ്കീർണമായ സാഹചര്യത്തിലൂടെ അവർ കടന്നുപോയെങ്കിലും വളരെ വേഗത്തിൽ തന്നെ അവർക്ക് രമ്യതപ്പെട്ട് മുന്നോട്ട് വരാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ട് ഈ ദീർഘക്ഷമയുടെ ആ ഒരു മനോഭാവം, ആ ഒരു സ്വഭാവ സവിശേഷത നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടുന്നത് വളരെ അത്യാവശ്യമാണ്. എന്താ കാരണം എന്നറിയാമോ?
അതിന് കാരണം നമ്മൾ അബ്രഹാമിന്റെയും ലോത്തിന്റെയും ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ആ ഭാഗത്തേക്ക് നമുക്കൊന്ന് പോകാം. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ വളരെ അധികം നാം എപ്പോഴും ഇരുന്ന് വായിക്കേണ്ടുന്ന, എനിക്ക് തോന്നുന്നു എല്ലാ ബിസിനസ് മീറ്റിങ്ങിന് പോകുന്നതിന് മുമ്പ്, എല്ലാ സഭയുടെ ആ ആലോചന മീറ്റിങ്ങിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ എല്ലാവരും, പ്രത്യേകിച്ച് സഭാ മൂപ്പന്മാരും സുവിശേഷകന്മാരും ദൈവസഭയിൽ ഉത്തരവാദിത്തപ്പെട്ടവരും ഈ പറയുന്ന ഷോർട്ട് ടേം ആൾക്കാരെല്ലാവരും തന്നെ ഈ മീറ്റിങ്ങിന് പോകുന്നതിന് മുമ്പ് എന്ത് വായിക്കണം? ഈ ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം നമ്മളൊക്കെ നിർബന്ധമായി വായിച്ചിരിക്കണം. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? അതുകൊണ്ട് അബ്രാം ലോത്തിനോട്, എനിക്കും നിനക്കും എന്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കം ഉണ്ടാകരുതേ, നാം ഫോർ വി ആർ ബ്രദർ, നമ്മൾ സഹോദരന്മാരല്ല. ഫോർ വി ആർ ബ്രദർ, നമ്മൾ സഹോദരന്മാരല്ല. ഈ വഴക്ക് സ്വാഭാവികമായിട്ട് അവിടെ സംഭവിക്കും. അബ്രഹാം പറയുകയാണ്, നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഇവിടെ വഴക്കുണ്ടാകും. ഈ വഴക്കിനുള്ള എല്ലാ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാകരുത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാനായിട്ട് പാടില്ല. കാരണം നമ്മൾ സഹോദരന്മാരാണ്. നമ്മൾ സഹോദരന്മാരാണ്. ഈ ഭാഗം എടുത്തിട്ട് പലരും അതിനെ ദുർവ്യാഖ്യാനിക്കുന്നുണ്ട്. പല സഭകളും വിഭജിച്ചത് ഈ വഴക്കുണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്ക് ഒരു വഴക്കിന് സാധ്യത ഉണ്ടെന്നാൽ പിന്നെ നമുക്ക് 2 സഭയായേക്കാന്ന് പറഞ്ഞ് മാറിപ്പോയ കാര്യങ്ങളൊക്കെ ഇത് വെച്ച് പറയുന്നുണ്ട്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം. അങ്ങനെ ഒരു കാര്യമല്ല ഇവിടെ പറയുന്നത്. ഇവര് 2ആയിട്ട് പോകാനുള്ള കാരണം വഴക്കല്ല. നമ്മൾ അവിടെ തന്നെ വായിക്കുന്നുണ്ട്, അവര് 2ആയിട്ട് പോകാനുള്ള കാര്യം ഇവരെ വഹിക്കാനുള്ള കപ്പാസിറ്റി ആ സ്ഥലത്തിനില്ലായിരുന്നു. അതുകൊണ്ട് അവര് ഡിവൈഡ് ആയിട്ട് 2ആയിട്ട് പോയത്. അതാണ് അതിന്റെ അകത്ത് മേജർ കാരണം. അല്ലാതെ 8 പേരുണ്ട്, ആകപ്പാകെ 8 പേരുണ്ട്, 4 പേരുടെ കൂടി വേറൊരു സഭയുണ്ട്, അതല്ല ഇവിടുത്തെ ആശയം. വലിയ സഭകളും ഉണ്ട്, അതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം. അവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ റീസണും റിയാലിറ്റിയും ഒക്കെ വേറെയാണ്. അപ്പൊ ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണ്. ഈ പൗലോസും ബർണബാസും തമ്മിൽ വഴക്കുണ്ടായിട്ടും അവർ വീണ്ടും യോജിച്ചത്, ഈ പിണക്കങ്ങളൊക്കെ മറന്ന് അവർ ഒന്നിച്ച് മുന്നോട്ട് പോകാനായിട്ട് അവർ ശ്രമിച്ചത്, അതിനവര് തീരുമാനം എടുത്തതിന്റെ സുപ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഫോർ വി ആർ ബ്രദർ, നമ്മൾ സഹോദരന്മാരാണ് എന്നുള്ളതാണ്. നമ്മൾ സഹോദരന്മാരായിട്ട് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് എന്നതിനാലാണ്. നമ്മൾ വഴക്കിട്ടാൽ, നമ്മൾ തല്ലിയാൽ, നമ്മൾ ഇത്തരത്തിൽ പിണങ്ങിയിരുന്നാൽ, പരസ്പരം സഹകരിക്കാൻ വയ്യാത്ത സാഹചര്യത്തിലൂടെയാണ് ദൈവമക്കളെ നമ്മൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഇതിന്റെ നാണക്കേട് ആർക്കാണ്? അതിന്റെ നാണക്കേട് ദൈവത്തിനാണ്. ഇത് കാണുന്ന വ്യക്തികൾ അവരതിനെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങും, അല്ലെ? അബ്രഹാം ലോത്തും നിങ്ങൾ വലിയ സഹോദരങ്ങളാണല്ലോ, സുഹൃത്തുക്കളാണല്ലോ, ഒരു കുടുംബത്തിൽപ്പെട്ടവരാണല്ലോ, നിങ്ങൾ ഇങ്ങനെ വഴക്കിടുന്നത് എന്തെന്ന് ചോദിച്ചവരുണ്ട്. ഇത്തരം സാഹചര്യങ്ങളുടെ ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് പോലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നേരിടാനായിട്ട് വന്നിട്ടുണ്ട്. എന്താ കാരണം? നമ്മളിലെ കലഹവും കലക്കവും പിണക്കവും ഡിവിഷൻസും ആര് കാണുന്നു? സമൂഹം കാണും. ഇനി ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഡേഞ്ചർ വേറൊന്നാണ്. അതൊരു യുവ സഹോദരൻ എന്ന നിലയിൽ ഞാൻ പറയാം. നമ്മുടെ സഭകളിൽ, നമ്മുടെ വിശ്വാസികൾക്കിടയിൽ ഇത്തരത്തിൽ പിണക്കങ്ങളും വഴക്കുകളും ഉണ്ട് എങ്കിൽ, ഈ പിണക്കവും വഴക്കും ഒക്കെ വെച്ച് നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഈ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നതെങ്കിൽ, ഈ രീതിയിൽ മുന്നോട്ട് പോകാനാണ് നമ്മൾക്ക് താല്പര്യമെങ്കിൽ, ഈ രീതിയിൽ മുന്നോട്ട് പോകാനാണ് നമുക്ക് ശ്രമിക്കുന്നതെങ്കിൽ, ഇതിന്റെ ഏറ്റവും വലിയ ദോഷവശം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? അടുത്തൊരു തലമുറ നശിച്ചു. അടുത്തൊരു തലമുറ ഇവിടെ നിൽക്കത്തില്ല. ഈ യുവതലമുറ മറ്റ് സഭാവിശ്വാസങ്ങളിലേക്കും മറ്റ് സഭകളിലേക്കും മറ്റു തരത്തിലുള്ള വിശ്വാസ സംഹിതകളിലേക്കും ആകൃഷ്ടരായി പോകുന്നതിന്റെ ഒരു പരമപ്രധാനമായ കാരണം നമ്മുടെ സഭാ അന്തരീക്ഷത്തിലുള്ള, നമ്മുടെ ആത്മീയ ജീവിതത്തിലുള്ള, നമ്മുടെ അവിടെയുള്ള കലുഷിതമായ സാഹചര്യം. അത് ഡൈജസ്റ്റ് ആകാൻ, അത് അംഗീകരിക്കാൻ ഈ കാലഘട്ടത്തിൽ പലർക്കും കഴിയുന്നില്ല എന്നുള്ള ഒരു വലിയ ഒരു ദുഃഖ യാഥാർത്ഥ്യം ഇവിടെയാണ്. അപ്പൊ ആ ഒരു കാര്യം മുൻകണ്ടെങ്കിലും, ആ ഒരു കാര്യം മുന്നിൽ നിർത്തിക്കൊണ്ടെങ്കിലും നമ്മുടെ ആത്മീക ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സ്വഭാവ ദൂഷ്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ, ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായ നാം ഓരോരുത്തരും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കൂടുതൽ കരുതലോടെ, കൂടുതൽ ശ്രദ്ധയോടുകൂടി അതിനെ കൈകാര്യം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണ്. അതുകൊണ്ടാണ് അതിനോട് ചേർന്ന് തന്നെ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറഞ്ഞത്, എനിക്ക് നിങ്ങളോട് ആത്മീകന്മാരോട് എന്ന പോലല്ല, ജഡീകന്മാരോട് എന്ന പോലെ അത്രയും സംസാരിക്കാൻ ആഗ്രഹം. 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക്
ആത്മീയന്മാരോട് എന്ന പോലല്ല, ജഡീകന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിക്കുവാൻ കഴിഞ്ഞുള്ളൂ. ക്രിസ്തുവിൽ ശിശുക്കളാണ് നിങ്ങൾ. കാരണം എന്താ? നിങ്ങൾക്കിടയിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, കൊരിന്തിലുള്ള വിശ്വാസികളോട് പൗലോസ് പറയാണ്, കൊരിന്ത് സഭയിലെ വിശ്വാസികളായ നിങ്ങൾക്കിടയിൽ ഈ പ്രശ്നങ്ങളൊക്കെയാണ് ഇപ്പോഴും ഉള്ളത് എങ്കിൽ, ഇപ്പോഴും നിങ്ങൾ പിണങ്ങിയിരിക്കുകയാണെങ്കിൽ, ഇപ്പോഴും നിങ്ങൾ വഴക്കിട്ട് നിൽക്കുകയാണെങ്കിൽ, മൂന്നാം വാക്യത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്റെ വാക്കുകളല്ല, നമുക്കെല്ലാം അറിയാവുന്ന വാക്യമാണ്. മൂന്നാം വാക്യത്തിൽ, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യവും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരല്ലയോ. അപ്പൊ ഇത്തരത്തിലുള്ള സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, രമ്യതപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, പിണക്കവും ഈർഷ്യയും വഴക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, വിഭാഗീയതയും ഡിവിഷൻസും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, നമ്മൾ ആരാ? നമ്മൾ കേവലം ക്രിസ്തുവിൽ ശിശുക്കളാണ്. വളരാൻ പറ്റിയിട്ടില്ല. ഈ പിണക്കമൊക്കെ ആർക്കാ സത്യത്തിൽ? പിള്ളേരുകളെയാണ്, അല്ലെ? സാധാരണ നമ്മൾ പറയുന്നത് പിള്ളേരുകളെയാണ്. ഇപ്പോഴും ഈ കാലഘട്ടത്തിലും രക്ഷിക്കപ്പെട്ട് ഇത്രയും കാലമായി ദൈവവചനത്തിന്റെ A to Z പഠിച്ച്, പല കാര്യങ്ങളും പഠിച്ച്, എല്ലാം അറിഞ്ഞ്, എല്ലാ സത്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കി, കർത്താവിന്റെ വരവിനെ കാത്ത് പ്രതീക്ഷയോടുകൂടി നാം ഓരോരുത്തരും കാത്തിരിക്കുമ്പോഴും ഇപ്പോഴും നമുക്കിടയിൽ പിണക്കവും ഈർഷ്യയാണെങ്കിൽ അതിന്റെ ആശയം എന്താണ്? ഒന്ന്, നമുക്ക് ക്രിസ്തുവിന്റെ മനസ്സില്ല. രണ്ട്, വളർന്നിട്ടില്ല, വളരാൻ പറ്റിയിട്ടില്ല. നമുക്ക് മുന്നോട്ട് വരാനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ട് ഒരടി പോലും മുന്നോട്ട് വെക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ല. പൗലോസ് പറയാണ്, ഇപ്പോഴും നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവുമാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൽ ശിശുക്കളും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമാണ്. പിന്നെന്താണ് വ്യത്യാസം എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. എന്നാൽ അതിന് വ്യത്യസ്തമായ ഒരു സാഹചര്യം, അതിന് വ്യത്യസ്തമായ ഒരു രീതി, അതിന് വ്യത്യസ്തമായ ഒരു സ്വഭാവ സവിശേഷത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമായിട്ടാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുവാനും, നമ്മുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കുവാനും, നമ്മുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ ഞാനൊരു വിശ്വാസിയാണ്, ക്രിസ്തുവിന്റെ മനസ്സുള്ള വ്യക്തിയാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകണം. അത് ഏറ്റവും എളുപ്പം മനസ്സിലാക്കാൻ ഒരു വഴിയേ ഉള്ളൂ. നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നാൽ മതി. നമുക്ക് എത്രത്തോളം ക്രിസ്തുവിന്റെ മനസ്സുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അല്ലെ? നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ വികാര പ്രകടനങ്ങൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മൾ പറയുന്ന വാക്കുകൾ, എതിരെ വരുന്ന വാഹനത്തിന് സൈഡ് കൊടുക്കാൻ പോലും നമുക്ക് പത്തനംതിട്ട റിംഗ് റോഡിലൂടെ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഒരു സൈഡിൽ 3 വാഹനത്തിന് പോകാനിടയുണ്ട്. എന്നാലും എതിരെ ഒരാൾ ഓവർടേക്ക് ചെയ്ത് വരുന്നുണ്ട്, മാക്സിമം റൈറ്റ് സൈഡിലോട്ട് ചേർത്ത് കൊടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ, അയ്യോ, വി ഡോണ്ട് ഹാവ് ഇറ്റ്. നമുക്ക് എന്തില്ല? ക്രിസ്തുവിന്റെ മനസ്സില്ല. നീ അങ്ങനെ പോകണ്ട, നീ ആ സൈഡ് വേണം, ഇങ്ങോട്ട് എനിക്ക് ഇങ്ങോട്ട് ഒതുക്കാൻ ഒത്തിരി സാറേ, ഇപ്പുറത്ത് വേറെ കിടപ്പുണ്ട്, അങ്ങോട്ട് ഒതുക്ക്. രാത്രിയിൽ വാഹനം ഓടിക്കുമ്പോൾ ഒന്ന് ലൈറ്റ് ഒന്ന് ഡിം ചെയ്യാനുള്ള മനസ്സില്ലെങ്കിൽ അതൊരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. എന്ത്? ക്രിസ്തുവിന്റെ മനസ്സ് നമുക്കില്ലെന്നുള്ളതിന്റെ സിമ്പിൾ എക്സാമ്പിൾ ആണ് മനഃപൂർവ്വം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. ഇതൊക്കെ വളരെ കൃത്യതയോടുകൂടി നമ്മുടെ ജീവിതത്തിൽ പാലിക്കാനും, നിസാരമെന്ന് നമ്മൾ കാണുന്ന പലതും, നിസാരമെന്ന് നമ്മൾ വിചാരിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും ക്രിസ്തുവിന്റെ മനസ്സിൽ നിന്നും അകന്ന് വേർപെട്ട് നമ്മൾ ചെയ്ത പ്രവൃത്തികളായിട്ടും കണക്കാക്കി വളരെ കൃത്യതയോടുകൂടി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ വരുമ്പോൾ 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. കൊരിന്ത്യർക്ക് 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള ഭാഗം. അവിടെ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ എന്ത് ചെയ്യരുത് എന്നാണ് നമ്മൾ ഇത്ര നേരം ചിന്തിച്ചത്. എന്ത് ചെയ്യണം എന്നുള്ള വിഷയം നമുക്ക് അവിടെ കൃത്യമായ നിലയിൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ആറ്റിറ്റ്യൂഡിന്റെ കുറവ് ഉണ്ടെങ്കിൽ അതിനെ ഈ ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു എന്നതിനാൽ, ഒരു പുതുവർഷത്തിലേക്ക് പുതിയ തീരുമാനങ്ങളോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുന്നു എന്നതിനാൽ, ക്രോധവും കലഹവും ഈർഷ്യയും പിണക്കവും ഈ പറയപ്പെട്ട ഈ സംവിധാനങ്ങളൊക്കെ, സംഭവ വികാസങ്ങളൊക്കെ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർക്ക് ചേർന്നതല്ല എന്നും, നമ്മുടെ അകത്തേക്ക് പോകുന്ന കാര്യങ്ങളെ ഫിൽറ്റർ ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല. ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പോലെ ഭേദാഭേദങ്ങളെ തിരിച്ചറിയുവാനുള്ള നമ്മുടെ കഴിവുകേടായിട്ട് നമുക്ക് മനസ്സിലാക്കിയിട്ട് അബ്രഹാമും ലോത്തും എടുത്ത തീരുമാനം പോലെ ഫോർ വി ആർ ബ്രദറൻ എന്ന ചിന്തയോടുകൂടി അടുത്ത ഞായറാഴ്ചക്കുള്ളിൽ നമ്മൾ സ്ഥലം സഭയിലേക്ക് ആരാധനയ്ക്ക് പോകുന്നതിന് മുമ്പ്, ഇല്ല നാളെ നമുക്കൊരു സഭാ കൂടിവരവുണ്ടെങ്കിൽ ആ കൂടിവരവിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പേ, അടുത്ത സഭായോഗത്തിന് മുമ്പേ
ആരോടെങ്കിലും ഇത്തരത്തിൽ വിദ്വേഷം നമ്മൾ പുലർത്തുന്നുണ്ടെങ്കിൽ, കൈ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ, പിണക്കം നമുക്കുണ്ടെങ്കിൽ, ഈർഷ്യ നമുക്കുണ്ടെങ്കിൽ, ആരോടെങ്കിലും തെറ്റിപ്പിണങ്ങി വിഭാഗിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, അവരോട് പോയി ക്ഷമ പറയാനുള്ള ആർജവം നമ്മൾ കാണിക്കുന്നെങ്കിൽ, അവരോട് പോയി സോറി പറയാനുള്ള ആ ഒരു ധൈര്യം നമ്മൾ കാണിക്കും. സഹോദര, തെറ്റിപ്പോയി, എനിക്ക് നിന്റെ ഭാഗത്തായിരുന്നു തെറ്റ് എന്ന് തുറന്നു പറയാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ, ക്രിസ്തുവിന്റെ മനസ്സ് നിറഞ്ഞു കവിഞ്ഞവരായി നമുക്ക് ജീവിക്കാനായിട്ട് കഴിയും. ഇവിടെ വേറൊന്നും ആവശ്യമില്ല. കർത്താവിൽ ആശ്രയിച്ച് ഒരു തീരുമാനം എടുത്താൽ മതി. ഞാൻ ക്രിസ്തുവിന്റെ മനസ്സിനെ പ്രകടമാക്കുന്ന ഒരു വിശ്വാസിയായിട്ട് മുന്നോട്ട് ജീവിക്കും എന്നൊരു തീരുമാനം എടുക്കുവാൻ ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമുക്ക് ആർക്കെങ്കിലും കഴിയുന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ നിങ്ങളൊക്കെ പിണങ്ങിയിരിക്കുന്നവരും തെറ്റുകാരും മോശക്കാരും ആണെന്നല്ല. നമ്മുടെ ജീവിതത്തിൽ നാം മുന്നോട്ട് പോകുമ്പോൾ വ്യത്യസ്തമായ വികാര പ്രകടനങ്ങൾ അറിഞ്ഞും അറിയാതെയും നമ്മുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ അത് ക്രിസ്തുവിന്റെ മനസ്സിൽ ഏകാഗ്രമായിട്ടാണോ എന്ന് ചിന്തിക്കുവാനും പുനർവിചിന്തനം ചെയ്യാനുള്ള ഒരു സാഹചര്യമായി ഇതിനെ കണ്ട് പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ജീവിതത്തിൽ വരും നാളുകളിൽ കൂടുതൽ ശ്രദ്ധയോടുകൂടി കർത്താവിന്റെ നാമമഹത്വത്തിനായി ക്രിസ്തുവിന്റെ മനസ്സിനെ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം കാഴ്ചവെക്കുവാൻ വലിയവനായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാനാകട്ടെ. ആമേൻ.